ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മുടെ വോൾട്ടാസിൻ്റെ എ സി, ഗോദ്റേജിൻ്റെ എ സി, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ എ സി, ലോയിഡിൻ്റെ എ സി, ഇതൊക്കെ എടുക്കണതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നതാണ്. അതായത് നമ്മൾ റീസെൻ്റ്ലി ടോപ്പ് 3 എ സീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പ് 3 എ സി, അത് എങ്ങനെ നമുക്ക് വാങ്ങിക്കാം, അതിൻ്റെ ഒരു എ സി ബൈയിങ് ഗൈഡൊക്കെ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ആക്ച്വലി വോൾട്ടാസിൻ്റെ എ സി ഒക്കെ വാങ്ങിക്കുന്നത് നല്ലതാണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയാണ് GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളതിൽ ന്യൂസ്, ടെക് ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് സംഭവമൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. ലിങ്കുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും. മറക്കണ്ട, താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടല്ല, താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ല, തലയെറിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ വോൾട്ടാസിന്റെ കാര്യം പറയുന്നത് നിങ്ങൾക്കറിയാം, ടാറ്റയുടെ ബ്രാൻഡാണ് വോൾട്ടാസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 25% വോൾട്ടാസിന് ആക്ച്വലി മാർക്കറ്റ് ക്യാപ്പ് വരുന്നുണ്ട്, നമ്മുടെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഷെയർ നമുക്ക് വേണമെങ്കിൽ വരുന്നുണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ കുറേ ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസും അതുപോലത്തെ അങ്ങനത്തെ കുറേ കമ്പനീസുകളെല്ലാം വോൾട്ടാസിന്റെ എ സിയാണ് അവരുടെ എന്താ പറയുക ബിസിനസ് പർപ്പസുകൾക്കൊക്കെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി വോൾട്ടാസിന് അത്രയധികം മാർക്കറ്റ് ഷെയർ വരാൻ കാരണം. എന്താ വെച്ചാൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു നോർമൽ ഹോം ബേസ്ഡ് സെല്ലിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടാസിനൊക്കെ ഭയങ്കര കുറവാണ് മാർക്കറ്റ് ഷെയർ. ആക്ച്വലി ഫുള്ളി ഇത് വരുന്നത് നമ്മുടെ ബിസിനസ് സൈഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോദ്റേജിന്റെ ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ, ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരത്തിൽ നമുക്ക് പറയാനുള്ളത് വോൾട്ടാസ് ഒക്കെ നല്ല ബ്രാൻഡ് തന്നെയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ സർവീസ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ആയിക്കോട്ടെ, ലോയിഡ് പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സർവീസ് ഉണ്ടെന്ന് പറയാം ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഗോദ്റേജും വോൾട്ടാസും ബ്ലൂ സ്റ്റാറൊക്കെ സർവീസിൽ അത്യാവശ്യം മോശം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ബ്ലൂ സ്റ്റാർ ആക്ച്വലി എൻ്റെ കസിൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ അവന് വലിയ സർവീസ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ബ്ലൂ സ്റ്റാറിന്റെ ഒരു AC ഫിൽറ്റർ ഉണ്ട്, AC അല്ല, എയർ ഫിൽറ്റർ ഉണ്ട്. പക്ഷെ അതിന്റെ സർവീസ് പാത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൊല്ലം വാങ്ങിച്ചിട്ട് ഇതുവരെയായിട്ട് ഒരു മനുഷ്യൻ വന്നിട്ടില്ല. ഞാൻ അടുപ്പിച്ച് ഒരു 3 മാസം ഇവരെ കോൺടാക്ട് ചെയ്യാനും സംഭവമൊക്കെ നോക്കി. ലാസ്റ്റ് ഒരു 2-3 മാസമായപ്പോൾ ഒരു വിളിച്ച് പറഞ്ഞു വരാൻ എവിടെ വരും, ഒരു മനുഷ്യൻ വന്നിട്ടില്ല. ലാസ്റ്റ് ഞാൻ തേർഡ് പാർട്ടി സർവീസ് ത്രൂ ആണ് അതിന്റെ അതിന്റെ ഫിൽട്രേഷൻ സംഭവമൊക്കെ മാറ്റിയത്. അവർ പറഞ്ഞത് അതിന്റെ ഫിൽറ്റർ ഒന്നും കിട്ടാല്ല എന്നൊക്കെയാണ്. അപ്പൊ അത്രയ്ക്കും നല്ല വേസ്റ്റ് സർവീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വോൾട്ടാസിനും ഈ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചാൽ AC സർവീസിങ് ഒരു വിളിച്ചാലും അങ്ങനെ ഒന്നും വരാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ തറവാട്ടിൽ വോൾട്ടാസിന്റെ AC സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ സർവീസ് ഇഷ്യൂ സംഭവമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ടൗണിലല്ലാത്ത ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഇഷ്യൂകളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ കുറേ ബ്രാൻഡുകൾക്കൊന്നും AC സർവീസ് ഒന്നും അവർക്ക് ഡയറക്റ്റ് സർവീസ് ഇല്ല, എല്ലാം തേർഡ് പാർട്ടി ഏജൻസികൾക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഏജൻസികളാവുമ്പോൾ ഭയങ്കരമായിട്ട് ചാർജ് കൂടുതൽ വാങ്ങിക്കാനും അതുപോലെ തന്നെ സർവീസ് ഭയങ്കര മോശമാവാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വോൾട്ടാസ് ശരിക്കും ഇവർ കുറേ ഏരിയയിൽ കുറേ ഏജൻസി സർവീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഒരു വിളിച്ചാലും സംഭവമൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂകളുണ്ട് വോൾട്ടാസിന്. അല്ലാണ്ട് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ്സുകൾ ഉണ്ട്, പക്ഷെ ഭയങ്കര കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. നിങ്ങൾക്കറിയാം ഇപ്പോൾ ടാറ്റയുടെ കാറുകൾക്ക് കംപ്ലൈന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഉണ്ട്. അവിടെയും സർവീസ് തന്നെയാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. ഇപ്പൊ ബ്ലൂ സ്റ്റാർ ആയാലും ഗോദ്റേജ് പിന്നെ ഭയങ്കര പത്തറ്റിക് ആണ്. അത് അത്രയും വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഗോദ്റേജിന്റെ ഒക്കെ തീരെ മൂവിങ് ഇല്ലാത്ത മോഡൽസും കുറെ ഉണ്ട്. ഭയങ്കര തീരെ സെല്ലിങ്സ് ഇല്ലാത്ത മോഡൽസുകളാണ് ഗോദ്റേജിന്റെ ഒക്കെ. പണ്ട് ഗോദ്റേജിന്റെ AC അത്യാവശ്യം നല്ല മൂവ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ തീരെ മൂവിങ് ഇല്ല. അതുകൊണ്ട് തന്നെ സർവീസും ഭയങ്കര പത്തറ്റിക് ആണ്, കംപ്ലൈൻസും ഉണ്ട്. കമ്പാരിറ്റീവ്ലി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലൂ സ്റ്റാറും വോൾട്ടാസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കംപ്ലൈൻസ് ഉണ്ട് ഗോദ്റേജിന്. അപ്പോൾ അത് റെക്കമെൻഡ് അങ്ങനെ ചെയ്യുന്നില്ല. വോൾട്ടാസും ബ്ലൂ സ്റ്റാറും നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് ഒരു ഇപ്പോൾ 1 ടൺ AC ഒക്കെ ഒരു 30ന്റെ താഴെയൊക്കെ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി തരുന്ന സംഭവം എന്ന് പറയാം. അപ്പോൾ 30ന്റെ അബോ അല്ലെങ്കിൽ 32ന്റെ അബോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ബ്രാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് വേറെ നല്ല ബ്രാൻഡുകളുണ്ട് സർവീസ് തരുന്ന, ഡയറക്റ്റ് സർവീസ് തരുന്ന, പാനസോണിക്, LG, ഡെയ്ക്കിൻ, അങ്ങനത്തെ നമുക്ക് 1 ടണ്ണിന്റെ ഒക്കെ എന്തായാലും ഈ റേഞ്ചിൽ നമുക്ക് സുഖമായിട്ട് അവൈലബിൾ ആണ്. സ്മാർട്ട് മോഡൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് നോർമൽ മോഡൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ബ്രാൻഡുകൾക്ക് പോയാൽ മതി. എന്ന് വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ഒരു 30ന്റെ താഴെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഒരു നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഒരു വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സർവീസ് ഭയങ്കര മോശം തന്നെയാണ് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 100 മാർക്കിൽ സർവീസിന് എത്ര കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 60, വോൾട്ടാസിന് ഒരു 60 ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ബ്ലൂ സ്റ്റാർ ആയാലും അത്രയൊക്കെ തന്നെയാണുള്ളൂ. ഗോദ്റേജ് ആണെങ്കിൽ 50ന്റെ താഴെയൊക്കെ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള മെയിൻ ബ്രാൻഡുകളൊക്കെ പാനസോണിക് ആണ് ആക്ച്വലി സർവീസിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയട്ടെ. LGനെക്കാട്ടും പാനസോണിക് ആണെങ്കിൽ നമുക്കൊരു 85 റേഞ്ചൊക്കെ കൊടുക്കാം. ഇപ്പോൾ LG ആണെങ്കിൽ ഒരു 80 കൊടുക്കാം, ഡെയ്ക്കിൻ ആണെങ്കിൽ നമുക്കൊരു 80 കൊടുക്കാം.
ബാക്കിയുള്ള മിക്ക മെയിൻ ബ്രാൻഡുകളൊക്കെ സാംസങ് ആയാലും അത്യാവശ്യം സർവീസ് നല്ലതാണ്. പക്ഷെ അവരുടെ വിൻഫ്രീ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഭയങ്കര ഫുൾ ഹോളായിട്ട്. അത് നിങ്ങൾ എടുക്കണ്ട, ഭയങ്കര കംപ്ലൈൻസ് നിന്ന് കേട്ടിട്ടുണ്ട്. നോർമൽ മോഡൽസ് എടുക്കാട്ടോ, വലിയ കുഴപ്പമില്ലാത്ത സർവീസ്. നിങ്ങൾക്കറിയാം സാംസങ്ങിന്റെ സർവീസ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, നല്ല സർവീസാണ്. ഡയറക്റ്റ് സർവീസ് തന്നെയാണ്, ഡയറക്റ്റ് കമ്പനി സർവീസുകൾ ആൾക്കാരിന് വരിക. അപ്പോൾ അത്ര ഇഷ്യൂ ഇല്ല. അപ്പോൾ ഡയറക്റ്റ് അല്ലാത്തതിന്റെ ഇപ്പോൾ തേർഡ് പാർട്ടി ഏജൻസികൾ ചെയ്യുമ്പോൾ സർവീസ് ഭയങ്കര മോശമാവാറുണ്ട്. ഭയങ്കര അത് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, എന്തായാലും തേർഡ് പാർട്ടി സർവീസ് ആകുമ്പോൾ നല്ല മോശം തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടോ നോക്കിയിട്ട് മാത്രം എടുക്കട്ടെ. പാനസോണിക് LG ഒക്കെ മിക്ക എല്ലാ ഏരിയയിലും ഉണ്ട്, ഡേക്കിലും മിക്ക എല്ലാ ഏരിയയിലും ഉണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കര ഉള്ളിലൊക്കെയാണ്, വില്ലേജ് ഏരിയ ഭയങ്കര ഉള്ളിലൊക്കെ ആണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം എടുത്താൽ മതി. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഏരിയയിൽ മിക്കതും തേർഡ് പാർട്ടി സർവീസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് ഐഡിയ സംഭവങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണാം. ബൈ.